യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഓരോ ദിവസവും ദൈവവചനം ശ്രദ്ധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആ വചനത്തിലേക്ക് തന്നെ സമർപ്പിക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, വചനം കേൾക്കുന്ന, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ ഓർക്കുന്നു, ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു, ഓരോ സമർപ്പിച്ച ഓരോ വിഷയങ്ങളെയും നിയോഗങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ വചനം സ്നേഹത്തോടെ ദൈവരാജ്യ വളർച്ചയ്ക്കായി ശുശ്രൂഷ അയച്ചു കൊടുക്കുന്നവരുണ്ട്. എന്നിട്ട് ഫോൺ വിളിച്ച് പറയും, ഇത് കേൾക്കണം കേട്ടോ എന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ശുശ്രൂഷയെ, ഈ ദൈവരാജ്യ വളർച്ച എത്രയോ പേർക്കാണ് വചനം അനുഗ്രഹമായി മാറിയത്. എത്രയോ പേരാ ഈ വചനത്തിലൂടെ ജീവിതത്തെ അനുഗ്രഹത്തിലേക്ക് കയറിയത്. ദൈവം തന്ന ഒരനുഗ്രഹമല്ലേ ഇത്? നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ എല്ലാവരെയും ഓർക്കുന്നു. ആ വീടിരിക്കുന്ന സ്ഥലം, ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടട്ടെ. ആ വീടിരിക്കുന്ന സ്ഥലം വിശുദ്ധീകരിക്കപ്പെടട്ടെ. അതിൻ്റെ ഓരോ മുറികളും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ആ വീട്ടിലേക്ക് കയറി വരുന്ന വഴി അനുഗ്രഹമാകട്ടെ. ആ വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഡെയിലി ബ്ലെസ്സിങ് കേൾക്കുന്ന നിങ്ങളുടെ വാഹനം, നിങ്ങൾ ഓടിക്കുന്ന വാഹനം അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ ബിസിനസ് അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ആരോഗ്യം, നല്ല ആരോഗ്യമാകട്ടെ. എല്ലാ തരത്തിലും അർത്ഥത്തിലും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്കിന്ന് പ്രതീക്ഷയോടെ വചനത്തിലേക്ക് വരാം. സന്തോഷത്തോടെ ആയിരിക്കാം, പ്രത്യാശയോടെ ആയിരിക്കാം. ഇന്ന് കേൾക്കുന്ന വചനം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതലുള്ള വാക്യമാണ്. മുഴുവൻ വായിക്കാതെ എങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ലെങ്കിലും ഞാനൊന്ന് ശ്രദ്ധയോടെ അത് കൈകാര്യം ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അതിനെ ഒന്ന് എത്തിക്കുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. പിന്നീട് അവൻ ബെത്സദായിലെത്തി. കുറേ പേർ ഒരന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഒരു കണ്ണ് കാണത്തില്ലാത്ത ഒരാളെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. 23-ാമത്തെ വാക്യം, അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിൻ്റെ വെളിയിലേക്ക് പുറത്തേക്ക് കൊണ്ടുപോയി, ഇച്ചിരി മാറ്റിക്കൊണ്ടുപോയി. അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, പക്ഷേ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. 25-ാമത്തെ വാക്യം, വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരിച്ചു കിട്ടി. അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. 2 പ്രാവശ്യം സ്പർശിച്ചു. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്നാണെന്നറിയാമോ? കർത്താവേ, എന്നെ അങ്ങൊരു പ്രാവശ്യം കൂടി സ്പർശിക്കണമേ. എൻ്റെ നിയോഗത്തെ ഒരു പ്രാവശ്യം കൂടി എന്നെ അനുഗ്രഹിക്കണമേ. ഒരു പ്രാവശ്യം കൂടി എന്നെ ഒന്ന് സഹായിക്കണമേ. 2 പ്രാവശ്യം ആ ഒരു വ്യക്തിയെ തൊട്ട് പ്രാർത്ഥിച്ചു. ആദ്യത്തെ പ്രാവശ്യം തൊട്ടപ്പോൾ അത് പൂർണ്ണമായില്ലെന്ന്. മനുഷ്യനെ കാണുന്നുണ്ട്, പക്ഷെ മരങ്ങളെപ്പോലൊക്കെയാണ് ഇരിക്കുന്നത്, പൂർണ്ണമായില്ല. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ആദ്യം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, അതിന്മേലൊരു അനുഗ്രഹം വന്നില്ല. അതിന്മേൽ കുറച്ച് അനുഗ്രഹം കിട്ടിയുള്ളൂ. കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകാനുണ്ട്, കുറച്ചുകൂടെ അനുഗ്രഹം വരാനുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയുടെ കരം ഒരു പ്രാവശ്യം കൂടി എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ നിയോഗത്തിൻ്റെ മേൽ വയ്ക്കണമേ. ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ കരം. എനിക്കിവിടെ മനസ്സിലായ ഒരു കാര്യമാണ്, പകുതി അനുഗ്രഹം തന്നു പറഞ്ഞയക്കുന്നവനല്ല ദൈവം. പകുതി എന്തേലും ആട്ടെ, ഇത്രയൊക്കെ ഉള്ളൂ, ഇത് മതി, ഇത്രയൊക്കെ മതി, ചിരിയിൽ കാണുന്നുണ്ടല്ലോ, തട്ടിമുട്ടി പോകാൻ അത് മതി. അങ്ങനല്ല, പകുതി അല്ല ദൈവം അനുഗ്രഹിച്ചത്, മുഴുവനായി അനുഗ്രഹിച്ചു.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് പകുതി റിസൾട്ടല്ല ഉണ്ടാകുന്നത്, പകുതി ഉത്തരമല്ല കിട്ടാൻ പോകുന്നത്, പകുതി സൗഖ്യമല്ല കിട്ടാൻ പോകുന്നത്, പകുതി പ്രശ്നങ്ങളല്ല മാറാൻ പോകുന്നത്, പകുതി ബന്ധനങ്ങളല്ല മാറാൻ പോകുന്നത്. നിങ്ങൾ മുഴുവനായും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ സ്പർശനം കർത്താവേ ഒരു പ്രാവശ്യം കൂടി എനിക്ക് തരണമേ, എൻ്റെ കുടുംബത്തിൻ്റെ മേലുണ്ടാകണമേ, ആ വ്യക്തിയുടെ മേലുണ്ടാകണമേ. എനിക്ക് മുഴുവനായി അനുഗ്രഹീയമാകണം. എനിക്ക് പകുതി രക്ഷപ്പെട്ടാൽ പോരാ, എനിക്ക് മുഴുവനായും അനുഗ്രഹിക്കപ്പെടണം. എൻ്റെ രോഗങ്ങൾ മുഴുവനായി മാറണം. എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഈ മദ്യപാനം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കളുടെ ഉപയോഗം മുഴുവനായി മാറണം. എൻ്റെ കുടുംബത്തിൽ നിലനിൽക്കുന്ന പാപശാപ ബന്ധനങ്ങൾ മുഴുവനായി മാറണം. എൻ്റെ ജോലിയുടെ മേൽ, ഉയർച്ചയുടെ മേൽ, പുരോഗതിയുടെ മേൽ ഒക്കെ നിലനിൽക്കുന്ന പ്രയാസങ്ങൾ, ബന്ധനങ്ങൾ, തടസ്സങ്ങൾ പകുതിയല്ല മുഴുവനായി മാറണം. ഒരു പ്രാവശ്യം കൂടി എന്നെ സ്പർശിക്കണമേ, ഒരു പ്രാവശ്യം കൂടി എന്നെ അങ്ങ് സ്പർശിക്കണമേ. അക്ഷരാർത്ഥത്തിൽ ഇത് സംഭവിക്കും. ഞാനിത് വായിച്ച് നിങ്ങളോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. യേശു അവനോട് ചോദിച്ചു, ഇപ്പം എങ്ങനെ കാണുന്നുണ്ടോ? കുറച്ച് കാണുന്നുണ്ട്, വ്യക്തമല്ല. മനുഷ്യൻ മരങ്ങളെപ്പോലൊക്കെ ഇരിക്കുന്നു, നടക്കുന്നതായിട്ടൊക്കെ തോന്നുന്നു. അവൻ്റെ മേൽ ഒന്നും കൂടെ കരങ്ങൾ വെച്ചു, ഒരിക്കൽ കൂടി അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഏതെങ്കിലും ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല, ശരിയായില്ല, നിർത്തിപ്പോകരുത്, പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ ഒരു പ്രാവശ്യം കൂടി എന്നെ സ്പർശിക്കണമേ, എൻ്റെ മക്കളെ, എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ സാമ്പത്തിക ഒരു പ്രാവശ്യം കൂടി. ഞാനിങ്ങനെ വിശ്വസിക്കുകയാണ്, 1 വർഷം പൂർത്തിയാകുന്ന ഈ പ്രാവശ്യത്തെ നിയോഗ പ്രാർത്ഥന ദൈവം ഒരു പ്രാവശ്യം കൂടി എന്നെ തൊടുന്ന സമയമാണ്. ഒരു പ്രാവശ്യം കൂടി എൻ്റെ പ്രാർത്ഥന ഉത്തരം നൽകുന്ന സമയമാണ്. ഒരു പ്രാവശ്യം കൂടി കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഈ പ്രിയപ്പെട്ട വ്യക്തിയെ, കുടുംബത്തെയൊക്കെ ഞാൻ തന്നു പ്രാർത്ഥിക്കും. പല നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, പല നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവർ. ഞാൻ അത്ഭുതത്തോടെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അത് അത്ഭുതകരമാണ്. ഒരു ഭാര്യ ഈ ഡെയിലി ബ്ലെസ്സിങ് വചനം കേൾക്കുകയാണ്. ആ ഭാര്യയുടെ ഭർത്താവ് നിരീശ്വരവാദിയാണ്, ഇതൊന്നും ഇഷ്ടമല്ലാത്ത ആളാണ്. അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷേ ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കാൻ ഇവിടെ വന്നു. അപ്പോൾ ആ വ്യക്തി വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ഡെയിലി ബ്ലെസ്സിങ് എല്ലാ ദിവസവും കാണുന്ന ആളാണ്, ഞാൻ ഒളിച്ചും പാത്തും ഒക്കെ ഇരുന്നാണ് ഇത് കാണുന്നത്, കാരണം എൻ്റെ ജീവിത പങ്കാളി ഇതിന് ഭയങ്കരമായി എതിരാണ്, ആ വ്യക്തി നിരീശ്വരവാദിയാണ്, എനിക്കത് ഭയങ്കര ദുഃഖമുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ചൊരു കാര്യം പറഞ്ഞൊരു കാര്യം ഇതാണ്, ആ വ്യക്തി നിരീശ്വരവാദിയാണ്, പക്ഷെ ആ വ്യക്തിയുടെ ബ്ലഡിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നൊരു അവസ്ഥയുണ്ട്. ആ വ്യക്തിക്ക് പ്രോബ്ലം ഉണ്ട്, ബ്ലഡിനകത്ത് എപ്പോഴെപ്പോഴും രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഒരു ഉത്തരം കൊടുത്തു. നിങ്ങളുടെ ജീവിത പങ്കാളി ബൈബിൾ വായിക്കുന്നത് നിങ്ങൾ കാണും, ദൈവവചനം തുറന്ന് വായിക്കുന്നത് നിങ്ങളുടെ കണ്ണിലത് കാണും. എന്നെ വിളിച്ചതും എന്നെ മെസ്സേജ് അയച്ചതും എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അന്ന് എനിക്കത് ഓർമ്മയില്ല ഞാനത് പറഞ്ഞതൊന്നും. അവർ പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ ഓർമ്മ എൻ്റെ മനസ്സിൽ കിടക്കുന്നു. പക്ഷെ ആ വ്യക്തി പറഞ്ഞത്, എൻ്റെ ജീവിത പങ്കാളിയുടെ ശരീരത്തിനകത്തുള്ള ആ ബ്ലഡിൻ്റെ പ്രശ്നങ്ങൾ മാറിയ ഒരനുഭവത്തിലൂടെ എൻ്റെ ഭർത്താവ് ദൈവത്തെ അറിയാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിച്ചു. അത് അനുഗ്രഹമായി മാറി എന്നുള്ളതാണ്, അത് അത്ഭുതമായി മാറി എന്നുള്ള. ആ ബ്ലഡിനകത്തുള്ള ഇൻഫെക്ഷൻ, ബ്ലഡിലെ ചില കാര്യങ്ങൾ കൂടി വരിക, കൗണ്ട് കൂടുക, പെട്ടെന്ന് രോഗമാവുക, പെട്ടെന്ന് ആ രോഗം മാറും, പെട്ടെന്ന് ആരോഗ്യവും, പെട്ടെന്ന് രോഗിയാവും, പെട്ടെന്ന് ആ രോഗം മാറും. ഇങ്ങനെ മാറി എപ്പോഴും ആൾ ഡിസോർഡർ ആവുന്നു. പക്ഷെ ഒരു ദിവസം ഈ ഭാര്യ കാണുവാണ് ബൈബിൾ വായിക്കുന്നത്. മുറിയിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഈ പുസ്തകം, വേദപുസ്തകം തുറന്ന് മടിയിൽ വെച്ച് വായിക്കുകയാണ്. അത് ഓർത്ത് പെട്ടെന്ന് ദൈവമേ, അന്ന് വാഗ്ദാനം, ദൈവത്തിൻ്റെ അങ്ങനെയൊരു വാക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഒരു വാക്ക് മതി എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകാൻ. ഞാൻ എവിടെ ചെല്ലുമ്പോഴും അവിടെ മിനിമം ഒരു 5 പേരെങ്കിലും ഉണ്ടാവും. ഞാൻ തന്നെ ഇങ്ങോട്ട് വരും, ഞങ്ങൾക്ക് ഇങ്ങനെ അനുഗ്രഹം കിട്ടി, സാക്ഷ്യമായി ദൈവം അനുഗ്രഹിച്ചു. എന്നെ ഒരു പ്രാവശ്യം കൂടെ ദൈവം തൊടും. എന്നെ മുഴുവനായിട്ട് അനുഗ്രഹിക്കുന്ന ദൈവം, പകുതിക്കല്ല,
പകുതി അനുഗ്രഹം, പകുതി സൗഖ്യം, പകുതി വിടുതൽ, പകുതി ആരോഗ്യം അല്ല, മുഴുവൻ ആരോഗ്യം, മുഴുവൻ സൗഖ്യം, വലിയ അനുഗ്രഹം തരും. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഒരു പ്രാവശ്യം കൂടി എന്നെ സ്പർശിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും. എന്നെ ദൈവം തൊടുന്ന അനുഭവം ഉണ്ടാവും. അത് അത്ഭുത സാക്ഷ്യങ്ങൾ കാരണമാവും. ഈ പ്രാവശ്യത്തെ നിയോഗ പ്രാർത്ഥന നിങ്ങൾക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഒരുങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച 31-ാം തീയതി ഈ മാസം ബാംഗ്ലൂർ നഗരത്തിൽ റിനീവർ റിട്രീറ്റ് സെൻറ്ററിൽ വൈകുന്നേരം 5 മുതൽ 8 മണി വരെ ഏകദിന ധ്യാനമാണ്. വൈകുന്നേരം ഒരു നിയോഗത്തോടെ പങ്കെടുക്കാൻ സാധ്യമാണോ എങ്കിൽ ആ ദേശത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ കുടുംബങ്ങളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് വരാൻ പറയുക. വരട്ടെ, അനുഗ്രഹമാകട്ടെ, ഒരു വചനം കേൾക്കട്ടെ. സാധ്യമെങ്കിൽ ഈ സമയം പ്രയോജനപ്പെടുത്തുക, പരസ്പരം ഷെയർ ചെയ്യുക. നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം, സർവശക്തനായ ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. ദൈവം അറിഞ്ഞു നൽകുന്ന സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകട്ടെ. നല്ല ജോലി, നല്ല വീട്, നല്ല സൗഭാഗ്യങ്ങൾ ദൈവം അറിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ തരട്ടെ. നിങ്ങൾക്ക് മുഴുവനായൊരു അനുഗ്രഹം ലഭിക്കട്ടെ, പകുതിയല്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത് പകുതിയായിട്ടല്ല, മുഴുവനായിട്ടാണ്. ആ മനുഷ്യനോട് ചോദിച്ചു, നീ എന്തിനും കാണുന്നുണ്ടോ? അപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായി സൗഖ്യം പൂർണ്ണമായില്ല. യേശു ഒരു പ്രാവശ്യം കൂടി അവനെ തൊട്ട് പ്രാർത്ഥിച്ചു. അതവൻ്റെ സൗഖ്യത്തെ മുഴുവനായൊരു അനുഗ്രഹത്തിലെത്തിച്ചു. ഇതുപോലെ കർത്താവേ, ഈ വചനം കേൾക്കുന്ന വ്യക്തിയെ, കുടുംബത്തെ, നിയോഗത്തെ അങ്ങ് തൊടണമേ. മുഴുവനായൊരു വിടുതൽ അതിൽ കിട്ടണം. മുഴുവനായൊരു നന്മ അവിടെ വെളിപ്പെടണം. ദൈവത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെടണം. ഈശോയുടെ നാമത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഈ വെള്ളിയാഴ്ച ദിവസം, വ്യാഴാഴ്ച വൈകുന്നേരമൊക്കെ സാധ്യമെങ്കിൽ വരിക. മറ്റു ചിലവുകളൊന്നും തന്നെ ഇവിടെയില്ല. നിങ്ങൾക്ക് വന്ന് പ്രാർത്ഥിക്കാൻ നല്ല സൗകര്യമുണ്ട്. ഉള്ള സൗകര്യത്തെ നമുക്ക് ഒരുമിച്ചായിരിക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയുണ്ട്. നിങ്ങളുടെ പേരുകൾ, നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കും. സമയം പ്രയോജനപ്പെടുത്താം. ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും സ്നേഹവും പ്രാർത്ഥനയെ അറിയിക്കുന്നു. നാളെ നമുക്ക് 5:30 ഒരുമിച്ച് കാണാം. ആരോഗ്യവും ദീർഘായുസ്സും ദൈവം തരട്ടെ. സാധിക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും ചെയ്യുക. ആമേൻ.